പക്ഷേ ഇതിനൊന്നും തന്നെ തീരുമാനമായിട്ടില്ല. മാർച്ചിലെ എക്സാം ക്യാൻസൽ ചെയ്തു, പോസ്റ്റ്പോണ്ട് എന്നുള്ളതാണ് ആദ്യം പറഞ്ഞിരുന്നത്. അതില്ല. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ നമ്മുടെ 10ാം ക്ലാസ് കുട്ടികളുടെ CBSE കുട്ടികളുടെ എല്ലാവരെയും തന്നെ എക്സാംസ് എല്ലാം ക്യാൻസൽ ചെയ്തു. അത് ആദ്യം പറഞ്ഞിരുന്നത് പോസ്റ്റ്പോൺ ചെയ്തു എന്നാണ്. ഇപ്പോൾ അതിനൊരു ഫൈനൽ ഡിസിഷൻ ആയിരിക്കുന്നു, ക്യാൻസൽ ചെയ്തു എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ മാർച്ചിലെ എക്സാം ഇനി റിപ്പീറ്റ് ചെയ്ത് എടുക്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും റിസൾട്ട് വരിക? കാരണം നമുക്ക് കുറച്ച് എക്സാംസ് മാത്രമാണ് മിസ്സായിട്ടുള്ളത്. പ്ലസ് ടുവിലാണെങ്കിലും 10ാം ക്ലാസ്സിലായാലും 2ഓ 3ഓ എക്സാംസ് മാത്രമാണ് നമുക്ക് മിസ്സായിട്ടുള്ളൂ. ഈ വാറ് കാരണം നമുക്ക് എഴുതാൻ പറ്റാതിരുന്നിട്ടുള്ളൂ. അതുകൊണ്ട് എങ്ങനെയാണ് റിസൾട്ട് വരിക എന്നുള്ളൊരു കൺഫ്യൂഷൻ പല പാരൻസും നമ്മളെ വിളിച്ചു ചോദിക്കേണ്ടായി. റിസൾട്ട് വരാൻ സാധ്യത ഒന്ന്, ഇവരുടെ പ്രീ ബോർഡ് എക്സാമുകൾ നടന്നിട്ടുണ്ട്, അവരുടെ ഇന്റേണൽ മാർക്ക് ഉണ്ട്, അതുപോലെ തന്നെ അക്കാദമിക് ഇയറിന്റെ ആദ്യം മുതൽ അവസാനം വരെ വ്യത്യസ്തമായ അസസ്മെന്റ്സ് നടന്നിട്ടുണ്ട്. ഈ അസസ്മെന്റിന്റെ എല്ലാം തന്നെ ബെസ്റ്റ് പെർഫോമൻസ് എല്ലാം ആവറേജ് ചെയ്തായിരിക്കും കുട്ടിയുടെ മാർക്ക് കണക്കാക്കുന്നുണ്ടായിരിക്കുക. എന്തായാലും CBSE ഓൾറെഡി അനൗൺസ് ചെയ്തതാണ്, മെയ്യിൽ ഒരു സെക്ഷൻ എക്സാം ഉണ്ട്. ഇത് May 5 മുതൽ നമുക്ക് വീണ്ടും ഒരു എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ മെയ്യിൽ വരുന്ന എക്സാം എഴുതിച്ചുകൊണ്ട് അതിന്റെ മാർക്ക് കൺസിഡർ ചെയ്തുകൊണ്ട് റിസൾട്ട് കണക്കാക്കാം. പക്ഷേ ഇതിനൊന്നും തന്നെ തീരുമാനമായിട്ടില്ല. മാർച്ചിലെ എക്സാം ക്യാൻസൽ ചെയ്തു, പോസ്റ്റ്പോണ്ട് എന്നുള്ളതാണ് ആദ്യം പറഞ്ഞിരുന്നത്. അതില്ല. മാർച്ചിലെ എക്സാം ക്യാൻസൽ ചെയ്തു. ഇത് മാത്രമാണ് CBSE അറിയിച്ചിട്ടുള്ളത്. ഇനിയുള്ള വിവരങ്ങൾ തുടർന്ന് അനൗൺസ് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി റിസൾട്ട് ഇന്ത്യയിലെ സ്റ്റുഡൻസിന്റെ ഒപ്പം തന്നെ പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ ഏതായിരിക്കും അവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്നത്? കുട്ടിയുടെ പ്രീ ബോർഡ് റിസൾട്ട്, അതുപോലെ തന്നെ കുട്ടിയുടെ അക്കാദമിക് ഇയറിന്റെ തുടക്കം മുതൽ അവസാനം വരെ കുട്ടി എഴുതിയ എക്സാംസിന്റെ എല്ലാം തന്നെ ബെസ്റ്റ് ആവറേജ് എടുത്തിട്ടായിരിക്കും ഈ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരിക്കുക എന്നാണ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഇതെല്ലാം നമ്മളുടെ കൺക്ലൂഷനാണ്. CBSE ഇതിനെക്കുറിച്ച് ഇതുവരെയും ഒരു കൺക്ലൂഷൻ അനൗൺസ്മെന്റ് ചെയ്തിട്ടില്ല. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായിരിക്കും പറയാന്നുള്ളത്. ചിലപ്പോൾ മെയിൽ എക്സാം എഴുതി റിസൾട്ട് വരാനായിരിക്കും പറയുന്നുണ്ടായിരിക്കുക, ചിലപ്പോൾ അതൊന്നും ആയിരിക്കില്ല. അല്ലാതെ തന്നെ റിസൾട്ട് CBSE പബ്ലിഷ് ചെയ്യും. നമ്മുടെ കുട്ടികൾക്ക് ആശങ്കകളൊന്നും തന്നെ വേണ്ട. തീർച്ചയായിട്ടും പഠനം, തുടർ പഠനം കൃത്യമായി കൃത്യസമയത്ത് തന്നെ നടന്നിരിക്കും.